ഹലോ ഗായ്സ്, നമുക്കിന്ന് നൈറ്റത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടാലോ? ഇന്ന് നമ്മൾ രാത്രിത്തെ ഡിന്നറിന് എന്താണെന്ന് നോക്കാം. അതിന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി എനിക്കറിയില്ല, ഡിന്നർ കാര്യം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മെനു, നമ്മുടെ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് പരിപ്പ് കറി. എനിക്കാദ്യം ഉണ്ടാക്കാൻ അറിയുന്ന കുറച്ച് കറികൾ. അതിലൊന്ന് പരിപ്പ് കറി, പിന്നെ നമുക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു സാലഡ് ഉരുളക്കിഴങ്ങ് മസാല, അത്, ചോറ്, പിന്നെ വെയിറ്റ് തേങ്ങയുണ്ട്. നമുക്കൊരു ഉള്ളി, അമ്മ വീട്ടിൽ ഉണ്ടാക്കുന്നൊരു സാധനമുണ്ട്, ഉള്ളി ഉപ്പേരി. കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ മുറിച്ചിട്ട് ഉള്ളി വാട്ടി അതിനകത്തേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നൊരു ഉപ്പേരി. നമുക്ക് അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ അത് നമുക്ക് ചോറുണ്ടാക്കാം. ചോറ് നല്ലൊരു ഭാഗ്യ പരീക്ഷണമാണ്. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ റെഡിയാവും. അങ്ങനെയാണ് ഇവിടുത്തെ ചോറ് ഉണ്ടാക്കുന്നത്. ഞാനിട്ടോ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാക്കുമ്പോൾ റെഡി ആയിരുന്നു, ഞാൻ ഉണ്ടാക്കും. ചിലപ്പോൾ വെള്ളം കൂടി പോയിരിക്കും, ചിലപ്പോൾ വെള്ളം കുറഞ്ഞിരിക്കും. കാരണം നമുക്ക് ഊറ്റുന്ന സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെള്ളം അതിനകത്ത് വറ്റിച്ചെടുത്തിട്ട് അങ്ങനെയാണ് സെറ്റാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഭാഗ്യ പരീക്ഷണത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ചോറ് അരി കഴുകി കുക്കറിലിടാം. നമ്മുടെ ഫസ്റ്റ് ഐറ്റമായി കുക്കർ എടുക്കട്ടല്ല. അപ്പോൾ നമുക്ക് കുക്കറൊക്കെ ആവശ്യമായ അരി ഇട്ട് കൊടുക്കാം. നമുക്കൊരു അളവ് ഗ്ലാസ്സൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഗ്ലാസിൻ്റെ അളവിൽ കുറച്ച് അരി എടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള അരി അങ്ങോട്ട് എടുക്കാം. നമുക്ക് ഈ അരി ഒന്ന് കഴുകിയെടുക്കാം. നമ്മുടെ കണക്കനുസരിച്ച് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. നമ്മുടെ കണക്കല്ല, ഇവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ കണക്കനുസരിച്ച്. നമുക്ക് ആ ഷെഫിൻ്റെ കണക്കനുസരിച്ച് ഇട്ടോ 1 ഗ്ലാസ് വെള്ളം പറഞ്ഞെടുക്കാം. പിന്നെ ഒരു 1/2 ഗ്ലാസ് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഭാഗ്യ പരീക്ഷണമാണ്. ചിലപ്പോൾ ശരിയാവും, ചിലരുടെ കാര്യത്തിൽ ശരിയാവും, ചിലരുടെ കാര്യത്തിൽ ശരിയാക്കാം. അങ്ങനെയാണത്. അതുകൊണ്ട് തന്നെ നമുക്കിത് വെച്ച് നോക്കാം. നമുക്കിത് വയ്ക്കാം. അത് പ്രാർത്ഥിച്ചെടുക്കാം. ഈശ്വര, അരി കറക്റ്റ് വെക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വയ്ക്കാം. കാരണം നമ്മൾ മാത്രമല്ലല്ലോ, ബാക്കിയുള്ളവരുടെ കഴിക്കണ്ടേ. അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചോറ് വരുന്ന ടൈമിൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പരിപ്പ് കറി, ഉള്ളിപ്പീരി, പിന്നെ ഉരുളക്കിഴങ്ങ്. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മസാല കുറച്ചങ്ങോട്ട് സ്കിപ്പ് ചെയ്തെങ്കിൽ നമുക്ക് സോയാബീൻ ഫ്രൈ ആക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 4-5 ഉള്ളി എടുക്കാം. ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അത് വേറെ, കാരണം തേങ്ങ കൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ മുളക്, മുളകാണ് ഗൈസ്, കണ്ണെരിയും. പിന്നെ വെളുത്തുള്ളി, വേപ്പില, മല്ലിച്ചപ്പ്, ഇതെല്ലാം. പിന്നെ ചെറിയുള്ളി ഇട്ട് വറവിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പം കുറച്ച് ചെറിയുള്ളി, കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ എനിക്കറിയുന്നില്ല ഇടാനും, ഒരു കറിയണക്കൊക്കെയാണ് ഇടുന്നത്. ചിലപ്പോൾ കൂടിയെന്ന് വരും, ചിലപ്പോൾ കുറഞ്ഞെന്ന് വരും. കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. പിന്നെ നമുക്ക് അതിനകത്തേക്ക് മുളക് ഇട്ട് കൊടുക്കാം. വീണ്ടും മുളക്, വെളുത്തുള്ളി, പിന്നെ ജസ്റ്റ് വിസിൽ. ഞാൻ വിസിൽ വന്ന ഓടിപ്പോയി ഫോണൊക്കെ എടുത്തോണ്ടോ, വിസിൽ കാണാൻ പറ്റിയില്ല. ഒരു വിസിൽ മതി. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം.
നമ്മുടെ തേങ്ങ ചിരകുന്ന ആയുധം. ഇതാണ് നമ്മുടെ തേങ്ങ ചിരകുന്ന ആയുധം. നമുക്ക് തേങ്ങ ചിരകി തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ബാംഗ്ലൂർ തേങ്ങ കിട്ടും. ബാംഗ്ലൂർ തേങ്ങ കിട്ടും, പൈസ കൊടുത്താൽ കിട്ടും. പക്ഷേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ തേങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. റൂംമേറ്റ്സ് വരുമ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയാണ് ഗൈസ്. ഈ ചിരക പറയുന്നൊരു ടാസ്കസ്റ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചിരങ്ങേണ്ട മടിയോണ്ട് നമ്മൾ വിചാരിക്കും ഉണ്ടാക്കണ്ട. കാരണം അത്രയും അത് കഷ്ടപ്പെടണം തേങ്ങ എടുക്കാൻ. നമ്മൾ വിചാരിച്ച പോലെ കണ്ട് ചിരകി എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ലേശം തേങ്ങ ചിരങ്ങ ഒത്തിരി ഇടാൻ മാത്രം. ഇത്രയും നേരം ഇത്രയും കഷ്ടപ്പെട്ട് കറിയിട്ട് ഇത്രയും. ഇതാണ് ഗൈസ് നമ്മുടെ ചോറിൻ്റെ അവസ്ഥ. റെഡി ആയാലും നോക്കണം. ചിലപ്പോൾ അടിപ്പിടിച്ച് ആ കരിഞ്ഞ ഭാഗമായിട്ട് മാറ്റി വെച്ചിട്ട് കരിയാത്ത ഭാഗം എടുത്ത് കഴിക്കും. അപ്പോൾ അടുത്ത ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് കരിഞ്ഞ് വെച്ച് നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല. യുദ്ധം പിന്നെയും തുടങ്ങണം. അടുത്ത ഉണ്ടാക്കാൻ പോകുന്നത് മറ്റേ ഉള്ളിപ്പേരി. ഓക്കെ, നമുക്കത് ഉണ്ടാക്കുക. റെസിപ്പി ഒന്നും പറയാൻ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ എല്ലാം എൻ്റെ കൂടെ തട്ടിക്കൂട്ട് കാര്യങ്ങളാണ്. നമ്മുടെ കരിഞ്ഞ ചോറിൽ നിന്ന് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഭാഗം കരിഞ്ഞു പോയി. അതാണ് സാധനമാക്കി ചെയ്യും. ഇതാണ് നമ്മുടെ ഉള്ളിപ്പേരി. നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലൊക്കെ ലേശമായിട്ട് ഉണങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ എന്ത് ചെയ്തു, വെള്ളത്തിലിട്ട് കഴുകി കുറച്ച് നേരം വെച്ച് അത് സോഫ്റ്റാക്കി എടുക്കും. നമ്മൾ എന്താ നല്ല ഒരു ഭാഗത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതാണ് നമ്മുടെ സൂര്യാബി റെസിപ്പി ഒക്കെ ചോദിക്കുക. കാര്യം റെസിപ്പിയൊക്കെ ഇടാൻ പറഞ്ഞാൽ തന്നെ ഇല്ല. കാരണം നിങ്ങളെല്ലാം വിചാരിക്കും നിങ്ങൾക്ക് ഈ സാധനം ഇല്ലാത്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ സാധനം എടുക്കുന്നത് കറി ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചോറിനേക്കാട്ടും കൂടുതൽ കറിയാണ്. കാരണം ചോറ് ലേശം കരിഞ്ഞു പോയി. ഇതാണ് ഗൈസ് പരിപ്പറി. കണ്ടപ്പോൾ മനസ്സിലാവില്ല.